ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പം ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ലൈവ് കണ്ടതാണ്. രാത്രി എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ലെങ്കിലും കൂടിയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ച് കാണിച്ചിട്ടുമില്ല. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. രാത്രി നമ്മുടെ അപ്പാനി, ബിൻസി ആൻഡ് അനുമോളുമായിട്ടൊരു ജഗട അവിടെ നടക്കുന്നുണ്ട്. അബൌട്ട് അപ്പാനി ബിൻസി റിലേഷൻ്റെ സംഭവം പറഞ്ഞിട്ട് അതിൽ ബിൻസി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നീ അനീഷിനെ കയ്യും കാലും കണിച്ചൊക്കെ കാണിച്ച് തീർത്തപ്പോൾ നിനക്കത് തമാശ, ഞാനും അപ്പാനിയും കൂടെ നിന്നപ്പോഴാണോ നിനക്ക് തമാശ അല്ലാത്ത ഫീൽ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. എനിവേ അതിൽ ഞാനൊന്നും പരാമർശിക്കുന്നില്ല, ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല. അനുമോൾ കുറച്ച് ഓവറായിരുന്നു അനീഷിൻ്റെ അടുത്ത് എന്ന് കണ്ടവർക്ക് മനസ്സിലാവും. ബിക്കോസ് പിന്നെ അനീഷ് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് അനീഷിൻ്റെ ഒരു ഇതാണ്. അനുമോൾ ഓൾറെഡി ചിലപ്പം എന്താ പറയുക, ഒരു കോമഡി ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും ചിലപ്പം ചെയ്തത്. എനിവേ അത് എന്തായാലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് അവരുടെ പാർട്ട്. ഞാനിപ്പോൾ സംസാരിക്കാൻ വന്നത് അപ്പാനി ആൻഡ് ഓൾസോ ബിൻസിയുടെ കാര്യം. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഷാനവാസ് എന്ന് പറഞ്ഞ് ആളുടെ പേരെടുത്തിടുന്നുണ്ട്. പക്ഷേ ഷാനവാസ് അതൊന്നും സംസാരിക്കാതെ മാറിപ്പോയി. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അപ്പാനിയും ബിൻസിയും പറയുന്നുണ്ട്, നാണം കെട്ടവൻ, നട്ടലില്ലാത്തവൻ ഷാനവാസ്, അവൻ മിണ്ടാതെ പോയതുണ്ട്, അവനൊന്നും പറയാൻ കാണത്തില്ല. ബിക്കോസ് അത് പേടിച്ച് മിണ്ടാതെ പോയതല്ല എന്ന് ലൈവ് കണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലാകും. ബിക്കോസ് ശൈത്യമാണ് സത്യം പറഞ്ഞാൽ ഇത് ഷാനവാസിനോട് സംസാരിക്കുന്നതും ഇന്നലെ ആ വീഡിയോ എല്ലാം പുറത്തിറങ്ങുന്നതും അത് ഫുൾ വൈറലായതുമാണ്. അതായത് ഒരു വാഷ്റൂമിൻ്റെ അവിടെ സൈഡിൽ ഇരുന്നുണ്ട് നൂറ, ആദില, ശൈത്യ, അനുമോൾ ഈസ് ഓൾസോ ദെയർ. പക്ഷെ അനുമോൾ ഒരു കാര്യം പോലും അവിടെ സംസാരിക്കുന്നില്ല. എബൌട്ട് ശൈത്യയാണ് ഷാനവാസിനോട് സംസാരിക്കുന്നത്. ഷാനവാസ് പോലും അത് എന്താ പറയുക മനസ്സിലാക്കിയിട്ട് പോലും ഇല്ല. ഈ ശൈത്യ, അനുമോൾ, ആദില, നൂറ എക്സെപ്റ്റ് അനുമോൾ, ഇവരാണ് നമ്മുടെ ഷാനവാസിനോട് ഈ കാര്യം സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഷാനവാസ് അവിടെ അപ്പോൾ പ്രതികരിച്ചില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഷാനവാസ് അത് അഭിലാഷിനോട് ആ രാത്രി തന്നെ പുറത്ത് വന്നിരുന്ന് സ്വിങ്ങിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് വേണമായിരുന്നു ഷാനവാസിന് സംസാരിക്കാനായിട്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും ഷാനവാസിന് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാത്ത അനുമോൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാൻ ഷാനവാസിന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. അതെന്തായാലും നന്നായി. കാരണം എന്തുണ്ടെങ്കിലും ആദില നൂറേനെയും കൂട്ടുപിടിച്ച് ഷാനവാസിനെതിരെ പ്രതികരിക്കും. ഇതുപോലൊരു വൃത്തികെട്ടവനില്ല, അക്ബറാണ് ഇതിലും ഭേദം എന്നൊക്കെ പറഞ്ഞ ആളാണ് ഈ അനുമോൾ. അപ്പം അനുമോളിനെ സേഫ് ആക്കാനായിട്ട് അല്ലെങ്കിൽ അനുമോളുടെ കൂടെ നിൽക്കാനായിട്ട് ഷാനവാസിന് താല്പര്യപ്പെട്ടില്ല. അല്ലാതെ ഷാനവാസിനോട് മിണ്ടാട്ടം മുട്ടിയിട്ടോ അല്ലെങ്കിൽ തോറ്റ് പിന്മാറിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒന്നും പറയാതെ ഒന്നുമല്ല. അഭിലാഷും ഷാനവാസും കണ്ടിട്ടുള്ളതാണ് ഈ ശരത്തും അപ്പാനിയും കൂടെ അപ്പാനി, ശരത്തും ബിൻസിയും കൂടെ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയെന്നുള്ളത്. അവർ കൃത്യമായിട്ട് പുറകെ ഇരുന്ന് അവിടെ പുറത്തുനിന്ന് സംസാരിക്കുന്നത്. കാരണം അവർ പറയുന്നുണ്ട്, നമ്മൾ ബോധമില്ലാതല്ല, നമ്മൾ കള്ളു കുടിച്ചുകൊണ്ടല്ല ഇവിടെ ഇരുന്നത് അതൊക്കെ കണ്ടത്, അതായത് നമുക്ക് ബോധമില്ലാന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം അവർ കൃത്യമായിട്ട് എന്തോ കണ്ടിട്ടുണ്ട്. ഈ അപ്പാനിയും ബിൻസിയും തമ്മിലുള്ള നടന്നിട്ടുള്ള കാര്യം. ഒരേ പാത്രത്തിലെ ഉണ്ണത്തുള്ളൂ, കൈ പിടിച്ച് തീർക്കുന്നു, അങ്ങനെ ഇത് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്തൊക്കെയുള്ളത് ഓൾറെഡി അഭിലാഷും ഷാനവാസും കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഷാനവാസ് എന്തുകൊണ്ട് അവിടെ സംസാരിച്ചില്ല, മിണ്ടാട്ടം എന്തുകൊണ്ട് മുട്ടിപ്പോയി എന്നുള്ളവർക്കുണ്ടെങ്കിൽ ഇതിൻ്റെ റീസൺ ഇതാണ്. അനുമോളിനെ കാരണം ഒരു സിമ്പതി അല്ലെങ്കിൽ ഒരു അനുകമ്പയും ഇല്ലാത്ത അനുമോൾ, കാരണം ഒരു കാര്യത്തിന് പോലും ഷാനവാസിൻ്റെ കൂടെ നിൽക്കാത്ത അനുമോളുടെ കൂടെ നിൽക്കാൻ ഷാനവാസിന് തോന്നിയില്ല എന്നുള്ളതാണ് ഷാനവാസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പാനിയും ബിൻസിയും ഒക്കെ ആണെങ്കിൽ മുഖത്ത് നോക്കി ഷാനവാസിൻ്റെ പറയുന്നില്ല. കാരണം എന്താ, പേടിയാണ്. ബിക്കോസ് ശരത്തിന് അറിയാം എന്താണ് അവിടെ ശരത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്നും ഷാനവാസ് അത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഒക്കെ ശരത്തിനും ബിൻസിക്കും അറിയാം. അതല്ല ഇവരുടെ മുഖത്ത് നോക്കാതെയാണ് നട്ടലില്ലാത്തവൻ, വൃത്തികെട്ടവൻ, നാണമില്ലല്ലോ അവന് സംസാരിക്കാൻ, എന്നിട്ട് പുറത്ത് സ്വിങ്ങി വന്നിരുന്ന അപ്പാനി ഞാൻ അക്ബർ സംസാരിക്കുന്നുണ്ട്, നിൻ്റെ ഒരു കാര്യം എനിക്കറിയാം, ഞാനത് പാട്ടാക്കുമെന്നുള്ള പറഞ്ഞപ്പോഴും അക്ബർ ചോദിക്കും, ഓ ആ കാര്യം ഇതാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം വലിയ നാടകീയമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ അപ്പാനി അക്ബറിനോട് സംസാരിക്കുന്നത്. പക്ഷേ എന്താണ് വ്യക്തമായിട്ടുള്ള കാര്യമെന്ന് ഷാനവാസ് അപ്പോൾ ഊഞ്ഞാലിരുന്ന് സംസാരിക്കുന്നുണ്ട് അഭിലാഷിനോട്. പിന്നീട് നമ്മുടെ അനുമോളുടെ എതിരെ അതെനിക്കൊരു ഇതായിട്ട് തോന്നി. ബിക്കോസ് എല്ലാം ചെന്ന് അനുമോളുടെ തലയിലോട്ട് ഇവർ വെച്ചു. ആദില ഏറ്റവും വലിയ വിഷം എന്ന് പറഞ്ഞാൽ അക്ബറും ആദിലയുമാണ് ഈ സീസണിലെ ഏറ്റവും വലിയ വിഷം. നൂറൊട്ടും മോശമല്ല, പക്ഷേ ആദില എന്ന് പറഞ്ഞാൽ ബാക്ക് സ്റ്റാബ് ചെയ്യാനായിട്ട് ഏറ്റവും വലിയ കട്ടപ്പ എന്ന് പറഞ്ഞാൽ ശൈത്യ അല്ല, സത്യം പറഞ്ഞാൽ ആദിലയാണ് ഈ ഹൗസിലെ ഏറ്റവും വലിയ കട്ടപ്പ. അപ്പോൾ ആദിലയാണ് അപ്പം തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് നീ കള്ളം പറയും, നീ നുണച്ചിയാടി, നീ അതിൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞത് ക്ലീവേജിൻ്റെ കാര്യം വന്ന് പറഞ്ഞു, കുനിഞ്ഞു നിന്നൊക്കെ പറഞ്ഞു വളരെ മോശമായിട്ട് സംസാരിച്ചത് ആദിലയാണ്. അപ്പോൾ അനുമോളിപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളും ഉണ്ടായിരുന്നല്ലോ കൂടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള
ബാക്കിയുള്ളവരുടെ സൗണ്ട് എല്ലാം ഉയർന്നപ്പോഴത്തേക്കും അനുമോളുടെ സൗണ്ട് ഭയങ്കരമായിട്ടും താന്നുപോയി. എല്ലാവരും കൂടെ അനുമോളെ അറ്റാക്ക് ചെയ്ത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഷാനവാസ് എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിച്ചില്ല എന്നുള്ളത് കൃത്യമായിട്ട് അത് അഭിലാഷിനോട് സംസാരിക്കുന്നുമുണ്ട്. അത് എന്തായാലും കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു ഇതും ഇല്ലാതെ അനുമോൾ എന്തോ ഉണ്ടെങ്കിലും ഷാനവാസിൻ്റെ തലയിലോട്ടും നെഞ്ചത്തോട്ടും കയറുന്ന അനുമോൾക്ക് ഒരു കാരണവശാലും ഒരു ഫേവറിസമായിട്ടും നിൽക്കത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വന്ന് ചോദിക്കത്തോ പറയത്തോ ഒന്നും ഇല്ലാതെ അനുമോളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഷാനവാസിനുണ്ടായിരുന്നില്ല. അതാണ് മെയിൻ റീസൺ. പിന്നെ ഇന്ന് നടന്നൊരു സംഭവം ആണെങ്കിൽ കൂടിയും ബിൻസി സത്യം പറഞ്ഞാൽ ഒരുമ്പിട്ട് വന്നിരിക്കുന്നത് ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരു കാര്യം അവിടെ സംസാരിക്കുന്നുണ്ട്. ഷാനവാസും ആദില, ഷൈത്യ ആൻഡ് നൂറ. ഷാനവാസ് പറയുന്നുണ്ട് അനീഷിൻ്റെയും അനുമോളുടെ കാര്യത്തിൽ എനിക്ക് അനീഷിനെ ഒരു കോമാളിയാക്കാനോ അല്ലെങ്കിൽ കുരങ്ങ് കളിപ്പിക്കാനോ താല്പര്യം ഉണ്ടായിരുന്നില്ല. അനുമോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും ശരിയായിട്ടില്ല. അനുമോൾ ഒരു കോണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ലാലേട്ടൻ ചോദിക്കാൻ വേണ്ടി അതൊന്ന് ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്നൊക്കെ ഷാനവാസ് അവിടെ നിന്ന് ഈ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ലൈവിൽ റീ എൻട്രി ചെയ്ത ആൾക്കാർ സ്ക്രീൻ സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. എനിവേ നമുക്ക് നോക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ.